മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. മകളെ, മക്കൾക്ക് കാണപ്പെട്ട ദൈവമാണ് മാതാപിതാക്കൾ. മക്കളുടെ മനസ്സിന്റെ ആത്മാവിന്റെ വിശപ്പ് അവർ തീർത്തു കൊടുക്കാൻ ഉത്സുകരായി തീരണം. അപ്പോഴാണ് അവരെ ദൈവത്തിന്റെ മുമ്പിൽ ശ്രേയസ്സുള്ളവരാക്കി മാറ്റുന്നത്. വചനം കേട്ടേൻ. യേശയ്യായുടെ പുസ്തകം 54 അധ്യായം 13 വാക്യം. കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കുകയും അവർക്ക് ശ്രേയസ് ആർജിക്കും. കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കുകയും അവർ ശ്രേയസ് ആർജിക്കും. എന്റെ മകളെ, കർത്താവിന്റെ സ്നേഹത്തിന്റെ ഉപകരണങ്ങളാണ് കുടുംബത്തിലെ മാതാപിതാക്കൾ. മാതാപിതാക്കളിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം, കരുണ, കരുതൽ മക്കൾ അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാണ് മാതാപിതാക്കൾ. സ്നേഹപൂർവം മക്കളെ സ്വീകരിക്കുക, അംഗീകരിക്കുക. മക്കൾക്ക് കഴിവുണ്ടായാലും കഴിവില്ലാത്തവരാണെങ്കിലും കറുത്തവന് വെളുത്തവനായിക്കൊള്ളട്ടെ, ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അവിടെ തനിമയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം മക്കൾ അനുഭവിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം, വാത്സല്യം, അംഗീകാരം, ശ്രദ്ധ, ചുംബനങ്ങൾ, ശാസന, സ്പർശനം, നെഞ്ചിന്റെ ചൂട്, മുലപ്പാൽ, ഇതൊക്കെ കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം വളരെ ശോചനീയമാണെന്ന് ധ്യാന അവസരങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികളെ നല്ല വഴിയിലൂടെ നയിക്കാൻ ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന നക്ഷത്രങ്ങളാണ് മാതാപിതാക്കൾ. അധ്യാപകരാണ് മാതാപിതാക്കൾ. അവരിലൂടെയാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്, ശ്രേയസ് ആർജിക്കുന്നത്. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ശ്രേയസ് ഉണ്ടാകുന്നത്? ഓരോ കുഞ്ഞുങ്ങളെയും വചനത്തിൽ വളർത്തുക. 2, പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാക്കി തീർക്കുക. 3, ദൈവവിശ്വാസം പകർന്നു കൊടുക്കുക. 4, നന്മകളും സുഹൃതങ്ങളും പകർന്നു കൊടുക്കുക. 5, അനുദിനം പ്രോത്സാഹനങ്ങൾ നൽകുക. 6, ജീവിത മൂല്യങ്ങൾ വളർത്തുക. എല്ലാവരെയും സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, എല്ലാവരെയും ശ്രേഷ്ഠരായി കാണാൻ പഠിപ്പിക്കുക. ഓർക്കണേ, ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ആന്തരികമായ സൗന്ദര്യം, ആന്തരികമായ വിശുദ്ധി മാതാപിതാക്കന്മാരിലൂടെയാണ് മക്കൾക്ക് കിട്ടുന്നത്. മറക്കരുതേ, നല്ല വേരിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ഉണ്ടാക്കുക. ശരിയായ ശിക്ഷണത്തിലൂടെയാണ് ശരിയായ ശീലങ്ങൾ ഉണ്ടാക്കുക. മകളെ, ഇപ്രകാരം പഠിപ്പിക്കുന്ന മക്കൾക്ക് ശ്രേയസ് ഉണ്ടാകും, ഉന്നതരായി തീരും, സഭയുടെ അഭിമാനങ്ങളായി തീരും, രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരായി തീരും, ദൈവരാജ്യ വികസനത്തിന്റെ ശില്പികളായി അവൾ മാറും. കർത്താവ് പഠിപ്പിക്കുന്നവർ ശ്രേയസ് ആർജിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന്റെ ദീപങ്ങളായിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീരും വേദനകളൊക്കെ അച്ഛനെ വളരെ നന്നായിട്ട് അറിയാം. മക്കളെ, മാതാപിതാക്കന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴ്ത്താൻ നിങ്ങൾ അനുവദിക്കരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾക്ക് എല്ലാവർക്കും
ഇത് ഷെയർ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.